ഹലോ, വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാനിവിടെ ഒരു ഷോർട്ട് ജാക്കറ്റ് ഓർ ഷ്രഗാണ് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ക്രോഷേ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഷ്രഗ് ചെയ്യുവാൻ ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം വെയ്റ്റ് അക്രിലിക് യാണും 5mm ക്രോഷേ ഹുക്കുമാണ്. ഞാൻ ഈ ഷ്രഗിൻ്റെ ബാക്ക് സൈഡാണ് ആദ്യം ചെയ്യുന്നത്. അതിനായിട്ട് ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യേണ്ടതുണ്ട്. ഫൗണ്ടേഷൻ ചെയിൻ്റെ ലെന്ത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കുട്ടിയുടെ സൈസിലാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിക്ക് ചേരുന്ന ഒരു ബനിയൻ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും എടുക്കുക. അതിനുശേഷം ഈ ടീഷർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെന്ത് ആയിരിക്കണം നമ്മളുടെ ഫൗണ്ടേഷൻ ചെയിൻ്റെയും ലെന്ത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതൊരു മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 20, 25, 30, 35 അങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് 5സിലായിരിക്കണം നമ്മൾ ഈ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് സപ്പോസ് 33 ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടിയുടെ സൈസിലുള്ള ഫൗണ്ടേഷൻ ചെയിൻ്റെ ലെന്ത് കിട്ടിയെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്ത് 35 ആക്കുക. അങ്ങനെ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ ഓഫ് 5ലായിരിക്കണം ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യേണ്ടത്. ഞാനിവിടെ എൻ്റെ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യുകയാണ്. ഓക്കെ, ആദ്യമായിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഹുക്കിൽ യാൺ കൊരുത്തതിന് ശേഷം കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5. ഞാനിവിടെ 3 വയസ്സുള്ള മോളുടെ സൈസിലുള്ള ഷ്രഗാണ് ചെയ്യുന്നത്. സോ എനിക്കിവിടെ വേണ്ടി വന്നിരിക്കുന്നത് 35 ഫൗണ്ടേഷൻ ചെയിനാണ്. ഈ കൗണ്ട് ഓൾവേസ് മാറിക്കൊണ്ടിരിക്കും. സോ ഓരോരുത്തരും ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ ടെൻഷനെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓൾവേസ് നിങ്ങൾ എത്രയാണ് കൗണ്ട് വേണ്ടതെന്ന് ഒരു ഡ്രസ്സ് വെച്ചിട്ട് സൈസ് നോക്കുക. ആൻഡ് ഓൾവേസ് ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 5. നെക്സ്റ്റ് ഈസ് റൗണ്ട് 1. റൗണ്ട് 1 ചെയ്യുന്നതിനായി ഫൗണ്ടേഷൻ ചെയിൻ മൾട്ടിപ്പിൾ ഓഫ് 5 ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 3 ചെയ്യുക. ഓക്കെ, ഫൗണ്ടേഷൻ ചെയിന് ഏത് നമ്പർ വേണമെങ്കിലും ആകാം, അതൊരു മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കണം. അതിനുശേഷം റൗണ്ട് 1 ചെയ്യുന്നതിന് മുന്നേ ഒരു ചെയിൻ 3 അഗെയിൻ ചെയ്യുക. അതിനുശേഷം ഡബിൾ ക്രോഷേ ടു ദി ചെയിൻ 2. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ചെയിൻ, ദിസ് ഈസ് എ സെക്കൻഡ് ചെയിൻ. ചെയിൻ 2ലേക്ക് ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, പിന്നീട് എല്ലാ സ്റ്റിച്ചസിലേക്കും ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, റൗണ്ട് 1ന് എല്ലാ ചെയിനിലേക്കും നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ ചെയിനുകളിലെല്ലാം ഡബിൾ ക്രോഷേ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ റൗണ്ട് 1 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ടോട്ടൽ 37 ഡബിൾ ക്രോഷേസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഈസ് റൗണ്ട് 2. റൗണ്ട് 2 ചെയ്യുന്നതിനായി ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം വർക്ക് ടേൺ ചെയ്യുക. ദെൻ എല്ലാ ഡബിൾ ക്രോഷേസിൻ്റെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. സോ ടോട്ടൽ എനിക്ക് ഈ റൗണ്ടിലും 37 ഡബിൾ ക്രോഷേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ഈ ചെയിൻ 1 കൗണ്ട് ചെയ്യുന്നതല്ല, മേക്ക് ഷുവർ എല്ലാ ഡബിൾ ക്രോഷേസിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്യുന്നു എന്ന്. ഓക്കെ, ഞാനിപ്പോൾ റൗണ്ട് 2ൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ചെയിൻ 1ലേക്കല്ല, ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേയിലേക്കാണ് ഡബിൾ ക്രോഷയുടെ മുകളിലാണ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. സോ ഓൾവേസ് നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യാം, അതാകുമ്പം കൗണ്ട് തെറ്റില്ല. അല്ലെങ്കിൽ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് എല്ലാ ഡബിൾ ക്രോഷേസും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് ഈസ് റൗണ്ട് 3. റൗണ്ട് 3 ഈസ് എഗെയിൻ എ റെപ്പറ്റീഷൻ ഓഫ് റൗണ്ട് 1 ആൻഡ് 2. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, എല്ലാ ഡബിൾ ക്രോഷേസിലേക്കും ഡബിൾ ക്രോഷേ ചെയ്യുക. അറ്റ് ദ എൻഡ് നമ്മൾക്ക് സെയിം നമ്പർ ഓഫ് ഡബിൾ ക്രോഷേസ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഞാൻ റൗണ്ട് 3 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി റൗണ്ട് 3 കഴിഞ്ഞിട്ട് റൗണ്ട്സ് ഓഫ് ഡിക്രീസ് ആണ് വരുന്നത്. അതായത് നമ്മൾ ഈ ആം ഹോളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഷ്രഗിൻ്റെ ലെന്ത് എത്ര വേണമെന്ന്. അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഈ റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഈ റൗണ്ട്സ് ഓഫ് ഡബിൾ ക്രോഷേ ഇനിയും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡിക്രീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു 3 ഇയർ ഓൾഡ് ബേബിക്കാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ 2 more റൗണ്ട്സ് ഓഫ് ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. അതിനുശേഷമാണ് റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ 3 months ഓൾഡ് 6 months ഓൾഡ് ബേബിക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 3 റൗണ്ട്സ് കൊണ്ട് തന്നെ റൗണ്ട്സ് ഓഫ് ഡബിൾ ക്രോഷേ നിർത്താവുന്നതാണ്. പിന്നീട് റൗണ്ട്സ് ഓഫ് ഡിക്രീസ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാൻ 2 more റൗണ്ട്സ് ഓഫ് റിപ്പീറ്റിംഗ് റൗണ്ട് 1, റൗണ്ട് 2 ആൻഡ് റൗണ്ട് 3 അങ്ങനെ റൗണ്ട് 5 വരെ സെയിം 37 ഡബിൾ ക്രോഷേസ് ചെയ്യുകയാണ്. ഞാനിവിടെ റൗണ്ട് 5 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്.
ഇനി റൗണ്ട് 6, 7, 8 ആൻഡ് 9 നെക്സ്റ്റ് 4 റൗണ്ട്സ് ഞാൻ റൗണ്ട്സ് ഓഫ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ഇനി ഞാൻ ഈ ആം ഹോളാണ് ചെയ്യുന്നത്. അതിനായിട്ട് റൗണ്ട്സ് ഓഫ് ഡിക്രീസ് ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. റൗണ്ട് 6 ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്ത് ടേൺ ചെയ്യുക. ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഞാൻ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് യാൺ ഓവർ ആൻഡ് ഗോ ടു ദ ഫസ്റ്റ് ഡബിൾ ക്രോഷേ. എന്നിട്ട് ഇൻകംപ്ലീറ്റ് ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. സോ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ ഫസ്റ്റ് 2 ലൂപ്സ്. ദെൻ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ എഗെയിൻ യാൺ ഓവർ ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റിച്ച്. നെക്സ്റ്റ് സ്റ്റിച്ച് കയറ്റുക. ഹുക്ക് കയറ്റിയതിന് ശേഷം യാൺ ഓവർ ആൻഡ് പുൾ ദ ലൂപ്പ്. ഓക്കെ, ദെൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഫസ്റ്റ് 2 ലൂപ്സ്. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ട്. ദെൻ എഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദ 3 ലൂപ്സ്. സോ ദിസ് ഈസ് ദ റിഡക്ഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ. ദെൻ എല്ലാ സ്റ്റിച്ചസിലേക്കും ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. ഓക്കെ, സിംഗിൾ ഡബിൾ ക്രോഷേസ് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് 2 സ്റ്റിച്ചിൽ എഗെയിൻ ഡിക്രീസ് ചെയ്യുക. ഓക്കെ, റൗണ്ട് 6ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കിനി ഇവിടെ 2 more സ്റ്റിച്ചസ് ആണ് റിമൈനിങ് ഉള്ളത്. 2 more ഡബിൾ ക്രോഷേസ്. സോ ഇവിടെ ഞാൻ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് യാൺ ഓവർ ആൻഡ് ഗോ ത്രൂ ദ ഡബിൾ ക്രോഷേ. അതിനുശേഷം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഫസ്റ്റ് 2 ലൂപ്സ് ഉള്ളി. ദെൻ അഗെയിൻ യാൺ ഓവർ ഗോ ടു ദ ലാസ്റ്റ് സ്റ്റിച്ച്. ഓക്കെ, ദെൻ പുൾ ത്രൂ ഉള്ളി 2 സ്റ്റിച്ചസ്. എനിക്കിപ്പോൾ 3 ലൂപ്സ് ആണ് ഹുക്കിലുള്ളത്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദ 3 ലൂപ്സ് ഇൻ ദ ഹുക്ക്. അങ്ങനെ ഡിക്രീസ് ഇവിടെ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ഈസ് റൗണ്ട് 7. റൗണ്ട് 7 എഗെയിൻ റിപ്പീറ്റ് റൗണ്ട് 6. ഫസ്റ്റ് 2 സ്റ്റിച്ചസ് ആൻഡ് ലാസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഡിക്രീസ് ചെയ്യുക. റെസ്റ്റ് ഓഫ് ദ ഡബിൾ ക്രോഷേസിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റിച്ചിൽ ഡിക്രീസ്, okay, then continue with the double crochets and last 2 സ്റ്റിച്ചിലും ഡിക്രീസ് ചെയ്യുക. ദിസ് ഈസ് റൗണ്ട് 7. അങ്ങനെ ഞാൻ വിത്ത് ഡബിൾ ക്രോഷേ ഡിക്രീസ് റൗണ്ട് 7 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് റൗണ്ട് 8. റൗണ്ട് 8ന് ചെയിൻ 1 എഗെയിൻ സ്റ്റാർട്ട് വിത്ത് എ ഡിക്രീസ്. ഫസ്റ്റ് 2 സ്റ്റിച്ചസിലേക്ക് ഡിക്രീസ്, ലാസ്റ്റ് 2 സ്റ്റിച്ചസിലേക്ക് ഡിക്രീസ്, റെസ്റ്റ് ഓൾ വിത്ത് ഡബിൾ ക്രോഷേസ്. അങ്ങനെ റൗണ്ട് 8ഉം ഫിനിഷ് ചെയ്യുക. റൗണ്ട് 8 ഇവിടെ വിത്ത് ഡിക്രീസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് റൗണ്ട് 9. റൗണ്ട് 9 ഈസ് അഗെയിൻ കണ്ടിന്യൂവേഷൻ ഓഫ് റൗണ്ട് 8. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഡിക്രീസ്, ലാസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഡിക്രീസ്, റെസ്റ്റ് ഓൾ വിത്ത് ഡബിൾ ക്രോഷേ. സോ വി വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. അങ്ങനെ ഞാൻ റൗണ്ട് 9 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് റൗണ്ട് ഓഫ് റിഡക്ഷന്. 4 റൗണ്ട്സ് ഓഫ് റിഡക്ഷൻ ഓർ ഡിക്രീസ് ആണ് നമ്മൾ ചെയ്തത്. തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്നത് 37 സ്റ്റിച്ചാണ്. റൗണ്ട് 9 പൂർത്തിയാകുമ്പോൾ എനിക്കുണ്ടാകുക 8 സ്റ്റിച്ചസ് കുറവായിട്ടായിരിക്കും. അതായത് 29 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് റൗണ്ട്സ് ഓഫ് ഡബിൾ ക്രോഷേസ് ആണ്. എല്ലാ ഡബിൾ ക്രോഷയുടെയും മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. ഇവിടെ എനിക്ക് 29 ഡബിൾ ക്രോഷേസ് ആണ് മൊത്തം ചെയ്യാനുള്ളത്. സോ ഇനി നമ്മുടെ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ ലെന്ത് നോക്കി എത്രയുമാണോ ബാക്കിലേക്ക് വേണ്ടത്, ഓക്കെ, ടിൽ നെക്ക് എത്രയാണോ വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് നമ്മൾ ബാക്കാണ് ചെയ്യുന്നത്. സോ ബാക്കിലെ ലെന്ത് നോക്കിയിട്ട് എത്ര ഡബിൾ ക്രോഷേ ലെയേഴ്സ് ആണോ വേണ്ടത്, അത് 5 ആകാം, 6 ആകാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ 3 ആകാം. ഓക്കെ, എത്രയാണോ കുട്ടിയുടെ ടീഷർട്ടിൻ്റെ അനുസരിച്ചിട്ട് ലെന്ത് വേണ്ടത്, അല്ലെങ്കിൽ കുട്ടിയുടെ സൈസാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ലെന്ത് വേണ്ട, അതിനനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുക. റൗണ്ട് 10 ചെയ്യുന്നതിനായി എഗെയിൻ chain 1 and double crochet to the first double crochet. then എല്ലാ ഡബിൾ ക്രോഷേസിലേക്കും ഡബിൾ ക്രോഷേ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, എത്രയാണോ ലെന്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് റിപ്പീറ്റ് ദ റൗണ്ട്സ്. ഓക്കെ, ഞാനിവിടെ ബാക്ക് പോർഷൻ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. റൗണ്ട് 9ന് ശേഷം റൗണ്ട് 10 to 15 ചെയ്തിരിക്കുകയാണ്. അതായത് 6 more റൗണ്ട്സ് ഞാൻ റിപ്പീറ്റ് ചെയ്തു വിത്തൗട്ട് എനി റിഡക്ഷൻ. റൗണ്ട് 9ൽ എനിക്കുണ്ടായിരുന്നത് 29 സ്റ്റിച്ചസ് ആണ്. ആ 29 സ്റ്റിച്ചസ് തന്നെ റൗണ്ട് 10, 11, 12, 13, 14 ആൻഡ് 15 സെയിം 29 സ്റ്റിച്ചസ് വെച്ച് 6 more റൗണ്ട്സ് ഞാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഇപ്പോൾ ടോട്ടൽ ഉള്ളത് 15 റൗണ്ട്സ് ആണ്. സോ ഇതിന് ശേഷം
ഞാൻ വീവിങ്ങിന് വേണ്ടി ത്രെഡിന് കുറച്ച് ലെന്ത് ഇട്ടതിന് ശേഷം കട്ട് ചെയ്യുകയാണ്. ചെയിൻ 1 ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇനിയും ഫ്രണ്ട് പോർഷനാണ് ചെയ്യാനുള്ളത്. ഫ്രണ്ട് പോർഷൻ ചെയ്യുന്നതിനായി എഗെയിൻ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫൗണ്ടേഷൻ ചെയിൻ്റെ ലെന്ത് വരുന്നത് ഓൾവേസ് എവിടെ നിന്നാണോ റിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തൊട്ടാണ് എണ്ണേണ്ടത്. സോ ഞാനിവിടെ റൗണ്ട് 5 കഴിഞ്ഞ് റൗണ്ട് 6 തൊട്ടിട്ടായിരുന്നു റിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ 1 2 3 4 5 ഈ റൗണ്ട് 6ലാണ് ഫസ്റ്റിൻ്റെ റിഡക്ഷൻ ചെയിൻ. സോ ഈ റിഡക്ഷൻ ചെയിൻ തൊട്ടിട്ട് ടോട്ടൽ ലെന്തിലേക്കാണ് ഞാൻ ലെന്ത് എടുക്കുന്നത്. ആൻഡ് അതൊരു 7ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം. സോ ഫ്രം വെയർ യു സ്റ്റാർട്ടഡ് ദ റിഡക്ഷൻ യു ക്യാൻ ടേക്ക് ദ ലെന്ത് ആൻഡ് ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 7. 21 28 എനിത്തിങ് 14 21 28. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് 17 ഫൗണ്ടേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ലെന്ത് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ഗോ ഫോർ ദി ഹയസ്റ്റ് നമ്പർ 21 ചെയ്യുക. അങ്ങനെയാണ് ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യുന്നത്. ഇവിടെ ചെയിൻ 21 ആണ് ഫൗണ്ടേഷൻ ചെയിനായി ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് റൗണ്ട് 6 വരുന്നത് വരെ ചെയിൻ 21 കൊണ്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. സോ എൻ്റെ ഫസ്റ്റ് ചെയിൻ ഇസ് ഫൗണ്ടേഷൻ ചെയിൻ ഇസ് ചെയിൻ ഓഫ് 21. ഇനി അതിന് ശേഷം 21 കഴിഞ്ഞിട്ട് 1 മോർ ചെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്കിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക ആൻഡ് റിപ്പീറ്റ്. നെക്സ്റ്റ് എല്ലാ സ്റ്റിച്ചസിലേക്കും ഡബിൾ ക്രോഷേ ചെയ്യുക. ഞാനിവിടെ റൗണ്ട് 1 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. റൗണ്ട് 1 ഈസ് എ റൗണ്ട് ഓഫ് ഡബിൾ ക്രോഷേസ്. ആഫ്റ്റർ ദാറ്റ് റൗണ്ട് 2 ചെയിൻ 1 ആൻഡ് ഡു ഡബിൾ ക്രോഷേസ് ഫോർ ദ ഫസ്റ്റ് 6 സ്റ്റിച്ചസ്. ഓക്കെ, ആദ്യത്തെ 6 സ്റ്റിച്ചസിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ദെൻ 7th സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 2 3 4 5 6 and in the 7th stitch we will do 2 double crochets in 1 stitch. 1 2. So ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് 6 സ്റ്റിച്ചസിലേക്ക് ഡബിൾ ക്രോഷേസ് ആൻഡ് 7th സ്റ്റിച്ച് 2 ഡബിൾ ക്രോഷേ ടുഗദർ. ഓക്കെ, ഫൈനലി വി വിൽ എൻഡ് വിത്ത് 2 ഡബിൾ ക്രോഷേസ് ടുഗദർ. നെക്സ്റ്റ് എൻ്റെ റൗണ്ട് 2ലെ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ സ്റ്റിച്ച് ആൻഡ് 2 ഡബിൾ ക്രോഷേസ് ടുഗദർ ആണ് ചെയ്യുന്നത്. 1 2. സോ ദിസ് ഈസ് റൗണ്ട് 2. നെക്സ്റ്റ് ഈസ് റൗണ്ട് 3. റൗണ്ട് 3 ചെയ്യാനായിട്ട് സ്റ്റാർട്ട് വിത്ത് എ ചെയിൻ 1, turn the work, do double crochets, single double crochets for 7 stitches. നമ്മൾ റൗണ്ട് 2ൽ 6 ഡബിൾ ക്രോഷേ then ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആയിരുന്നു. ഇവിടെ 7 ഡബിൾ ക്രോഷേ then ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഇപ്പം ഞാൻ 1 2 3 4 ഡബിൾ ക്രോഷേസ് ചെയ്തിരിക്കുകയാണ്. 5 6 7 then 8th സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുക ആൻഡ് റിപ്പീറ്റ് ദ പ്രോസസ്. ഓക്കെ, ഞാനിവിടെ റൗണ്ട് 3യുടെ എൻഡിലെത്തിയിരിക്കുകയാണ്. 7 ഡബിൾ ക്രോഷേ then ഞാൻ ഇൻക്രീസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എഗെയിൻ റൗണ്ട് 4 ചെയ്യാനായിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ 8 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം 9th ഡബിൾ ക്രോഷയിലേക്ക് ഇൻക്രീസ് ചെയ്താണ് നമ്മൾ റൗണ്ട് 4 ചെയ്യുന്നത്. ഓക്കെ, 8 ഡബിൾ ക്രോഷേ then ആൻ ഇൻക്രീസ്. ഓക്കെ, ഇവിടെ ഞാൻ റൗണ്ട് 4 വരെ ചെയ്തിരിക്കുകയാണ്. എനിക്ക് റൗണ്ട് 4ൽ ടോട്ടൽ കിട്ടിയ 30 സ്റ്റിച്ചസ് ആണ്. സോ ഇനി ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. ഈ അറ്റാച്ച്മെൻ്റ് ഒന്ന് നോക്കാം. ഇവിടെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. ബേസ് ആണ് ഇവിടെ റൗണ്ട് 5 വരെ 6 തൊട്ടാണ് ഞാൻ റെഡ്യൂസ് ചെയ്തത്. സോ റൗണ്ട് 5 തൊട്ട് ഇങ്ങോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് ഷോൾഡർ ഇവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. സോ എനിക്ക് ഇവിടെ എഡ്ജിലേക്ക് എത്താൻ ഇനിയും 1 more റോ
ചെയ്യേണ്ടതായിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഈ 4 റോസ് കൊണ്ട് തന്നെ എഡ്ജിൽ അറ്റാച്ച്മെൻറ്റ് പൂർത്തിയാകുമെങ്കിൽ യു ക്യാൻ ഫിനിഷ് വിത്ത് ദിസ്. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് 1 more റോ. ബട്ട് അവിടെ ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല. റൗണ്ട് 4 നമുക്കൊരു മൾട്ടിപ്പിൾ ഓഫ് 10 ആണ് കിട്ടിയിരിക്കുന്നത്. സോ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഇവിടെ ഞാൻ റൗണ്ട് 5 ചെയ്യുന്നുണ്ട്. റൗണ്ട് 5 ചെയ്യുമ്പോൾ ഇൻക്രീസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ജസ്റ്റ് എബോവ് ദ ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ജസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്ത് റൗണ്ട് 5 പൂർത്തിയാക്കുക. ഓക്കെ, സോ ഞാനങ്ങനെ റൗണ്ട് 5 വരെ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കുറച്ച് ലെന്ത് നീളത്തിലിട്ടതിന് ശേഷം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ആൻഡ് 1 more സെയിം ലൈക്ക് ദിസ് അനദർ പാനൽ ഓഫ് 5 റൗണ്ട്സ് ദ അതർ സൈഡ്. അങ്ങനെ നമ്മുടെ ഷോർട്ട് ജാക്കറ്റ് ഓർ ഷ്രഗിൻ്റെ ഫ്രണ്ട് പാനലും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഫ്രണ്ട് പാനൽ ആൻഡ് ബാക്ക് പാനൽ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം വിത്ത് എ നീഡിൽ. സോ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു എൻഡിലെ ത്രെഡിലേക്ക് നീഡിൽ ഇട്ടിട്ടുണ്ട്. സോ മറ്റേ എൻഡിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് കയറ്റുക. ജസ്റ്റ് വീവ് ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ എൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ 2 ത്രെഡ് എൻഡ്സും തമ്മിലൊന്ന് ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ശേഷം ഈ റെസ്റ്റ് ഓഫ് ദ യാണ് വീവ് ചെയ്ത് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റുക. എന്നിട്ട് എൻഡ് നമുക്ക് ട്രിം ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഇവിടെയുള്ള ബാക്കിയുള്ള യാണെല്ലാം ഇതേപോലെ വീവ് ചെയ്ത് എൻഡ് കട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് അതർ സൈഡ് നമുക്ക് ഇവിടേക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ടോപ്പ് എൻഡ്സ് തമ്മിലും ഇതേ രീതിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കിനി സ്ലിപ്പ് സ്റ്റിച്ചസ് ഇട്ട് തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വീവ് ചെയ്താണ് എടുക്കുന്നത്. വീവ് ചെയ്യുമ്പോൾ ഇത് ചുരുങ്ങി നിൽക്കാതെ വലിച്ച് കൊടുക്കണം. ചിലപ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചുരുങ്ങി വരും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീവ് ചെയ്തതിന് ശേഷം ടെയിലിൻ്റെ ട്രിം ചെയ്ത് കട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ നല്ല വശത്ത് ഇങ്ങനെയായിരിക്കും കാണും. വീവ് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല വശത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഇവിടെയാണ് നമ്മൾ വീവിങ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതർ സൈഡും ഈ സൈഡും ഇതേ പാറ്റേണിൽ പാനൽ അറ്റാച്ച് ചെയ്തെടുക്കാം. ഓക്കെ, പാനൽ അറ്റാച്ച് ചെയ്തെടുക്കാം. സപ്പോസ് എഡ്ജിൽ ടെയിലൻ്റ് ഒന്നും തന്നെ റിമൈനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു യാൺ എടുക്കുക, അല്പം ലെന്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം യാണ് ഒരെഡ്ജിലേക്ക് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് വീവ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഒരു എൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് ഒന്ന് നോട്ടിട്ട് എടുക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം വീവ് ചെയ്യുകയാണ്. മറ്റേ എൻഡ് ഞാൻ വീവ് ചെയ്ത് ട്രിം ചെയ്ത് കളയും. ശേഷം ഈ 2 എഡ്ജസും തമ്മിൽ പഴയ കാണിച്ചതുപോലെ തന്നെ വീവ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഷോർട്ട് ജാക്കറ്റ് ഓർ ഷ്രഗ് ഏകദേശം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ത്രൂ ഔട്ട് ദ എൻഡ് നമുക്കൊരു ഫ്രിൽ പാറ്റേൺ, ഒരു കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് ഒരു ഫ്രിൽ പാറ്റേണും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്യാം. എഡ്ജ് വീവ് ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്, ആഷ് കളർ. ആൻഡ് ഇതിനും സെയിം 5 mm ക്രോഷ്യ ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിപ്പം യാണിൻ്റെ നല്ല വശമാണ്. നമ്മൾ ഇൻസൈഡ് ഔട്ട് ആക്കിയിട്ടാണ് അടുത്ത എഡ്ജ് വീവിങ് നടത്തുന്നത്. ഓക്കെ, സോ
ഈ ഒരു എഡ്ജിൽ നിന്ന് എടുക്കുക, നെക്സ്റ്റ് എഡ്ജ് വരെ നമുക്ക് വർക്ക് ചെയ്യാം. ബാക്ക് സൈഡ് നമ്മൾ വർക്ക് ചെയ്യത്തില്ല. സോ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കണ്ടുപിടിക്കുക. ഓക്കെ, വീവിങ് കഴിഞ്ഞുള്ള ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കണ്ടെത്തുക. അവിടേക്കാണ് നമ്മുടെ യാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കളർ യാൺ എടുക്കുക, അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഒരു ചെയിൻ 1 ചെയ്യുക. പിന്നീട് ഒരു ഡബിൾ ക്രോഷ്യ ഇൻടു ദി സെയിം യാൺ, സെയിം സ്റ്റിച്ചിങ്. ഓക്കെ, തന്നെ ചെയിൻ 1, ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ചെയ്തതിന് ശേഷം 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. 1 2 നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക്. ഓക്കെ, 1 2 സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മളൊരു വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വി സ്റ്റിച്ച് ചെയ്യുന്നതിനായി ഡബിൾ ക്രോഷ്യ ചെയ്യുക ആദ്യം, പിന്നീട് ചെയിൻ 3 ചെയ്യുക. 1 2 3. അതിനുശേഷം വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഡബിൾ ക്രോഷ്യ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ. അതിനുശേഷം ചെയിൻ 1 ചെയ്തതിന് ശേഷം സ്കിപ്പ് 4 സ്റ്റിച്ചസ്. 1 2 3 4 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയിൻ ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ. സെയിം സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ഒരു വി ചെയ്യുക. എഗെയിൻ ചെയിൻ 1, then skip next 4 stitches. 1 2 3 4 into the next stitch, again a V. V means double crochet chain 3 double crochet. ഈ പ്രോസസ്സ് എൻറ്റയർ ഷ്രഗ് ഓർ ഷോർട്ട് ജാക്കറ്റ് ഈ ജാക്കറ്റിൽ ചെയ്യുക. ബട്ട് ബാക്കിലുള്ള സ്പേസ് ലീവ് ചെയ്യുക. നെക്സ്റ്റ് ഫ്രണ്ട് പാനലിൻ്റെ ലാസ്റ്റ് വരെയാണ് ചെയ്യേണ്ടത്. ഈ ത്രൂ ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഫ്രണ്ട് പാനലിൻ്റെ ലാസ്റ്റ് വരെ ചെയ്യുക. ബാക്കിലെ സ്പേസ് വിടുക. നമ്മളിവിടെ നെക്സ്റ്റ് സൈഡ് പാനലിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ 1 2 3 4 ആൻഡ് 5th സ്റ്റിച്ചിലേക്ക് ഞാനിവിടെ ഡബിൾ ക്രോഷ്യ വി ചെയ്യുന്നു. ഡബിൾ ക്രോഷ്യ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ, 2 3, again a double crochet, then chain 1 and 1 2 into the last stitch we are doing just a double crochet. Okay, double crochet ചെയ്യുക. chain 1, turn the work. Okay, and again into the first stitch do a double crochet. Okay, next ഇനി വീലാണ് വർക്ക് ചെയ്യേണ്ടത്. സോ വീൽ ഡു എ ഡബിൾ ക്രോഷ്യ, chain 1 double crochet, again a chain 1 double crochet, chain 1 and double crochet. അതായത് 4 ഡബിൾ ക്രോഷേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇൻറ്റു ദ വി ആൻഡ് ഇൻ ബിറ്റ്വീൻ ചെയിൻ 1. ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ചെയിൻ 1. ഇങ്ങനെ 4 ഡബിൾ ക്രോഷേസ് ആണ് ഈ വിയിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഗോ ടു ദ നെക്സ്റ്റ് വി, ഡു ദ സെയിം പാറ്റേൺ. ചെയിൻ 1 ഡബിൾ ക്രോഷ്യ, chain 1 double crochet, chain 1 double crochet. Okay, 4 double crochet in between the double crochet, chain 1. അങ്ങനെയാണ് എല്ലാ വീസിലേക്ക് ഈ സെയിം പാറ്റേൺ വർക്ക് ചെയ്യുക. സോ അങ്ങനെ ഞാൻ ലാസ്റ്റ് വി സ്റ്റിച്ചിലാണ് ഇപ്പം വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഫൈനലി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഡബിൾ ക്രോഷ്യയിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക ആൻഡ് ചെയിൻ 1 ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഡബിൾ ക്രോഷ്യ, then cut the yarn, chain 1, finish. ഓക്കെ, ശേഷം ഈ എൻഡ് എല്ലാം ട്രിം ചെയ്യുക. ഓക്കെ, വീവ് ചെയ്ത് ട്രിം ചെയ്യുക.
അങ്ങനെ ഫൈനലി നമ്മുടെ ഷോർട്ട് ജാക്കറ്റ് ഓർ ഷ്രഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 35 ആണ് ബേസ് ഫൗണ്ടേഷൻ ചെയിന്. ഒരു 1 year old കിഡിനൊക്കെ 30 ബേസ് ചെയിൻ മതിയായിരിക്കും. ലെസ് ദാൻ 1 year 20 ബേസ് ചെയിൻ ഓർ 25 മതിയായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ്, എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കുട്ടിയുടെ സൈസും അനുസരിച്ചിട്ടാണ്. സോ ഓൾവേസ് ഒരു ടീഷർട്ട് എന്തെങ്കിലും വെച്ചിട്ട് അളവ് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സംശയങ്ങളും അഭിപ്രായങ്ങളും പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട് ദിസ് സ്മോൾ ചാനൽ. താങ്ക് യു.